എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ ചൈന ഷാങ്ഹായ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഇനിയിപ്പോൾ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് 2 മണിക്കാണ്, വെളുപ്പിന് 2 മണിക്ക്. ഇവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് വൈഫൈയുടെ ഡീറ്റെയിൽസ്, അതുപോലെ ലോഞ്ച് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ലോഞ്ച് ആക്സസ് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ഈ ട്രാവലേറ്റർ വഴിയാണ് നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി വന്നത്. അവിടെ നമുക്ക് സെക്യൂരിറ്റി എക്സിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ യെല്ലോ പാത്ത് വേ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ മുകളിലത്തെ നിലയിലേക്ക് വന്നത്. ഇനി തിരിച്ചു പോകുമ്പോഴും എനിക്ക് ഗേറ്റ് നമ്പർ 102 നിന്നാണ് നെക്സ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ് വന്നിട്ട്. പിന്നെ പക്ഷേ ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യാൻ എനിക്കൊരു പേടിയുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു ഫോണിൽ നിന്ന് എന്നാക്കി വരും അടിച്ചോണ്ട് പോകുന്ന കാര്യം എനിക്കറിയില്ല. എനിവേ നോക്കാം. ഇവിടെ സാധാരണ നമ്മൾ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീയിൽ കാണുന്നത് പോലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഡ്രിങ്ക്സ്, പെർഫ്യൂംസ്, ചോക്ലേറ്റ്സ്, സ്മോക്കിംഗ് ഐറ്റംസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെ ചൈനയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ, ചൈനയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലുള്ള പ്രൈസിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. ഒരു ചൈനീസ് യുവാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 13 രൂപ 50 പൈസയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഏകദേശം 8 ലക്ഷം രൂപ വരെയുള്ളതൊക്കെ ഡ്രിങ്ക്സ് ഞാനിവിടെ കണ്ടു. ഏകദേശം 5 മണിക്കൂറിന് ശേഷം വെളുപ്പിന് 2 മണിക്ക് എനിക്ക് ഷാങ്ഹായിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡിംഗ് ടൈം ആയി. ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഗേറ്റിൽ നിന്ന് തന്നെയാണ് ഫ്ലൈറ്റ്. നല്ല തിരക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രിസ്ബനിൽ നിന്ന് ഷാങ്ഹായിലേക്ക് വന്നതുപോലെ തന്നെ ചൈന ഈസ്റ്റേൺ എയർലൈൻസിന്റെ A350 ഫ്ലൈറ്റ് തന്നെയാണ് ഇവർ ഷാങ്ഹായ് ടു UK ഗാറ്റ്വിക്ക് സെക്ടറിലും യൂസ് ചെയ്യുന്നത്. ഫ്ലൈറ്റിന്റെ സർവീസസ് എല്ലാം നമ്മൾ ബ്രിസ്ബൻ ടു ഷാങ്ഹായ് വന്നതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ക്വാളിറ്റി ഓഫ് സർവീസസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫുഡിന്റെ ക്വാളിറ്റിയും കംഫർട്ടും എല്ലാം അതുപോലെയൊക്കെ തന്നെയുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി UK കാണാം. ബൈ.